ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വന്ദിനായ എപ്പിസ്കോപ്പച്ചൻ, ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ്റെ അമ്മയായിത്തീർന്ന വിശ്വാസികളുടെ പ്രതീകമായി വിശ്വാസികൾക്ക് വേണ്ടി എപ്പോഴും ദൈവസന്നിധിയിൽ യാചന സമർപ്പിക്കുന്ന പരിശുദ്ധ കന്യമറിയാം അമ്മയുടെ ജനന ദിവസമാണെന്ന്. കൃപ ലഭിച്ചവളും കൃപ നിറഞ്ഞവളുമായ അമ്മ ഒരു പ്രത്യേക തലത്തിൽ എല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നവളാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ജനനവും അമ്മയുടെ ദൈവവിളിയും അമ്മയുടെ സമർപ്പണ ജീവിതവും ക്രിസ്തീയ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. യൂയാക്കീമിൻ്റെയും ഹന്നയുടെയും മകളായി മറിയാം ജനിച്ചു. ആ ദമ്പതികളുടെ വാർദ്ധക്യകാലത്ത് ജനിച്ച മകളാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയും ഉപവാസവും നിഷ്ഠകളും വ്രതങ്ങളുമൊക്കെ മാതാപിതാക്കൾ അനുഷ്ഠിച്ച് ദൈവദാനമായി ലഭിച്ചതാണ്. മനസ്സിലാക്കുന്നിടത്തോളം കന്യാമറിയാമിൻ്റെ പിതാവ് യെരുശലേം ദേവാലയത്തിലെ ബലിയർപ്പണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിദൂരമായ ഒരു ശുശ്രൂഷയിൽ അകപ്പെട്ടിരുന്ന വ്യക്തിയാണ്. ദേവാലയത്തിൽ ബലി കഴിക്കാൻ കൊണ്ടുവരുന്ന ആടുകളെ തിരഞ്ഞ് അതിനെ കഴുകി ശുദ്ധിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തി ദേവാലയത്തിലേക്ക് അയക്കുന്ന ദേവാലയ ബലിയും ദേവാലയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഒരു സൽക്കർമ്മത്തിൽ ആ പിതാവ് ഏർപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നസ്രയത്തിലാണ് അവരുടെ ഭവനമെങ്കിലും യെരൂശലേമിൽ തന്നെ ദേവാലയ പരിസരത്ത് തന്നെ അമ്മയും അപ്പനും മകളും ജീവിച്ചു. 12 വയസ്സിന് താഴെയുള്ള പെൺകുഞ്ഞുങ്ങൾ ദേവാലയത്തോട് ചേർന്ന് അവിടെയുള്ള ആത്മീയ ഭക്ഷണം ഭുജിച്ച് ആത്മീയ പരിപോഷണത്തിലാകുന്ന ദൈവികമായ അന്തരീക്ഷത്തിൽ മറിയാം വളർത്തപ്പെട്ടു. അങ്ങനെ സവിശേഷമായ ജീവിത നിഷ്ഠകളും വ്രതങ്ങളും ദൈവപ്രസാദാത്മകമായി ജീവിച്ചതുകൊണ്ടാകാം ലോകത്തിലേറ്റവും അപൂർവവും അതുല്യവുമായ ഒരു പദവിക്ക് കന്യാമറിയാമിനെ തിരഞ്ഞെടുക്കുന്നത്. ഈ അമ്മയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ആജീവനാന്തം ദൈവസമർപ്പിതയായി ഈ അമ്മ ജീവിച്ചു. ചില ആളുകളെങ്കിലും ഈ അമ്മ ആദ്യജാതനായ യേശുവിന് ജന്മം നൽകിയതിന് ശേഷം പിന്നീട് സാധാരണ കുടുംബിനിയായി ജീവിച്ചു എന്ന് ശക്തമായി പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ ക്രിസ്തീയ സഭയിൽ അമ്മ ദൈവത്തിൻ്റെ മാതാവ്, ദൈവ ജനനി, തയോട്ടോക്കോസ്, എൽദോസ് ആലോഹോ എന്ന് പ്രത്യേകമായി വ്യാഖ്യാനിക്കേണ്ടതായ വന്നത് ദൈവപുത്രനായ യേശു തമ്പുരാൻ ആരാകുന്നുവെന്ന ചോദ്യത്തിലൂടെയാണ്. അല്ലാതെ അമ്മയെ പുകഴ്ത്തുവാൻ വേണ്ടി സഭ ആവിഷ്കരിച്ചതല്ല. യേശു തമ്പുരാൻ ദൈവപുത്രനാകുന്നുവെങ്കിൽ അപ്രകാരം തന്നെയാണല്ലോ ദൂതൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും,
നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധനാവും, അവൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. അങ്ങനെ ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശുമിശിഹായിക്ക് ജന്മം നൽകിയ അമ്മ ദൈവത്തിൻ്റെ മാതാവ് എന്ന സവിശേഷമായ പ്രത്യേകതയിൽ അറിയപ്പെടുകയാണ്. ഈ അമ്മ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ദൈവസമർപ്പിതമായി ജീവിച്ചു. ദേവാലയ പരിസരത്തിൽ വിശുദ്ധിയോടും വ്രതത്തോടും കൂടി ജീവിച്ചു. ദൈവം അതുല്യമായ ഒരു പദ്ധതിക്കായി വിളിച്ചു. അതിനുശേഷം തൻ്റെ പുത്രനോടുള്ള ബന്ധത്തിൽ ഒരു അമ്മയുടെ ചുമതല എന്ന നിലയിലും ഒരു അമ്മ മകൻ്റെ സവിശേഷമായ സുവിശേഷ പ്രഘോഷണവും അത്ഭുത വൃത്തികളും കണ്ട് അവനിൽ ആശ്ചര്യം കൂറി അവൻ്റെ ഉപദേശങ്ങളിൽ ആകൃഷ്ടയായി അവനെ അനുധാവനം ചെയ്ത് ജീവിച്ചു. ജീവിത അന്ത്യം വരെ വീണ്ടും മകൻ ലോകത്തിൽ ആരംഭിച്ച പുതിയ പാതയിൽ ചുവട് വെച്ച് ഈ അമ്മ നീങ്ങി. പ്രിയമുള്ളവരെ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് അത് ഏറ്റവും ഉദാത്തവും അനുകരണീയമായ അതുല്യമായ ഒരു മാതൃകയാണ്. നല്ല മാതൃകകൾ കണ്ടെത്തുവാൻ ഭക്തനായി ഒരുവൻ ജീവിക്കുന്നതിനുള്ള നല്ലൊരു മാതൃകയാണ് ഈ അമ്മ. യേശുതമ്പുരാൻ്റെ ഐഹിക ജീവൻ വെടിയാൻ പോവുകയാണ്. ഏറ്റവും നിർണായകമായ ഹൃദയഭേദകമായ ആ അന്തരീക്ഷം, യേശുവിൻ്റെ കുരിശിൻ്റെ അടുക്കൽ യേശുവിൻ്റെ അമ്മയും സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു വളരെ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനും ഉണ്ടായിരുന്നു. ഇതാ സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് ആ മകനെ അമ്മയ്ക്ക് സ്നേഹബന്ധത്തിൽ ഉൾപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം മകനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. വിശ്വാസത്തിൻ്റെ തലത്തിൽ രക്തബന്ധത്തേക്കാൾ കൂടുതൽ കുരിശിൻ്റെ ചുവട്ടിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തു സ്ഥാപിച്ച പുതിയ ഒരു കുടുംബമുണ്ട്, ഒരു പുതിയ ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ കണ്ണിയായി കന്യകമറിയാം പ്രവർത്തിക്കുക. സുവിശേഷം എഴുതിയിരിക്കുന്നത് ആ സംഭവം കഴിഞ്ഞ് 35 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ്. ഇതെല്ലാ ക്രിസ്തീയ വിഭാഗത്തിലുള്ളവർക്ക് നന്നായി അറിയാവുന്നതാണ്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം, ഏറ്റവും അവസാനം എഴുതിയ സുവിശേഷം 1-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദത്തിൽ എഴുതുമ്പോൾ, ഏകദേശം AD 90, 95, 100 വർഷത്തിൽ എഴുതുമ്പോൾ ആ ഭാഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പരാമർശിക്കുന്നത്, ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ ഭവനത്തിൽ കൈക്കൊണ്ടു. കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഈ കയ്യിലോട്ട് ഇങ്ങനെ കൊള്ളുക, അതാണ് കൈക്കൊണ്ടു എന്ന വാക്കിൻ്റെ അർത്ഥം. കരം, സ്വീകരിക്കുക, സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, എൻ്റെ ഒരു എളിയ ചിന്തയാണ്. വേദപുസ്തകത്തിൻ്റെ ആ ഭാഗങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന എളിയ ഒരു ചിന്ത, ഈ കുരിശിൻ്റെ അടുക്കൽ നിന്ന് ഈ മാതാവിന് മറ്റൊരിടത്തേക്കും പോകുവാൻ ഇടമില്ല. She has not a place to go from the foot of the cross. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ വ്യാഖ്യാനിക്കുന്ന പോലെയല്ല. അവൾ ആജീവനാന്തം കന്യകയായും ദൈവസമർപ്പിതയായ ഒരു സ്ത്രീരക്തമായും ശോഭിച്ചു വന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരു മകൻ തൻ്റെ പ്രാണനെ വിടുന്നതിന് മുമ്പ് പെറ്റ അമ്മയെ മറ്റാരുടെയും കയ്യിൽ ഏൽപ്പിക്കാനില്ലാത്തത് കൊണ്ട് താൻ അധികം സ്നേഹിച്ച ശിഷ്യനെ ഭരമേൽപ്പിച്ചിട്ട് പ്രാണൻ വെടിയുന്നു. അവൻ ദൈവപുത്രൻ തന്നെയാണ്. പക്ഷേ അമ്മയായി അവന് ജന്മം നൽകി എന്ന ആ മാതൃത്വത്തിൻ്റെ വില മഹത്തായി മനസ്സിലാക്കിക്കൊണ്ട് യേശു തമ്പുരാൻ ഈ ഉത്കൃഷ്ടമായ കർമ്മം നിർവഹിച്ചു. അന്ന് രാവിലെ പീലാത്തോസിൻ്റെ അരമനയിൽ നിന്ന് യേശു തമ്പുരാനെ അടിച്ചും അവഹേളിച്ചും പരിഹസിച്ചും നിന്ദിച്ചും വലിച്ചിടിച്ചും നഗ്നനാക്കിയും ക്രൂരമായി പീഡിപ്പിച്ചും മർദ്ദിപ്പിച്ചും കൊണ്ടുപോയ കൂട്ടത്തിൽ അമ്മ മകനെ അനുധാവനം ചെയ്ത കുരിശിൻ്റെ അടുക്കൽ വരെ എത്തിയതാ.
അല്ലാതെ മറ്റൊരിടത്തേക്ക് പോകാനുള്ള യാത്രാ ക്രമീകരണങ്ങളും കാര്യങ്ങളും ബാഗേജും ഒന്നുമായിട്ട് പോയതല്ല. അത് കഴിഞ്ഞ് ഇനിയും മകൻ്റെ കൂടെ നടന്ന ഈ അമ്മ എവിടേക്ക് പോകും? അവക്ക് എവിടേക്കും പോകാൻ ഇടമില്ല. മറ്റു മക്കളെക്കുറിച്ചുള്ള പരാമർശം എങ്ങനെയാണെന്ന് ക്രിസ്തീയ സമുദായത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. പിന്നെ അവർ എംഫസൈസ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിലനിൽപ്പ് വേണ്ടതുകൊണ്ട് യേശുവിൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന പരാമർശം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ചിലരെങ്കിലും പറഞ്ഞു കാണും, ഇനിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചു കൂടെ മോളെ. പ്രായമുള്ളവരൊക്കെ യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗം കേട്ടപ്പോൾ തന്നെ യേശുവിന് ചുറ്റുപാടുമുള്ള ആളുകൾ പറഞ്ഞു കാണും, ഇത് ഒത്തിരി നാളൊന്നും മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല, സൂക്ഷിക്കണം. യേശുവിൻ്റെ കാലം കഴിഞ്ഞു. നല്ല ഒരു മകൻ, അതോടുകൂടി തീർന്നു എന്നാണ് എല്ലാവരും വിചാരിച്ചത്, അല്ലേ? ഈ അമ്മ ലോകപ്രകാരം മറ്റ് മക്കളോട് കൂടെയോ മറ്റ് ലൗകിക കാര്യങ്ങളിൽ ആസക്തിയായി ജീവിക്കാൻ ഇഷ്ടമില്ലാത്തവളായതുകൊണ്ട് 120 പേരടങ്ങുന്ന ആ സംഘത്തിൽ ആ മട്ടുപ്പാവിലിടുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്രിസ്തീയ സഭയുടെ ഊടുംപാവും നെയ്യുന്ന നിർണായകമായ ചരിത്ര മുഹൂർത്തത്തിൽ യേശുവിൻ്റെ അമ്മ മറിയയും അവിടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, വിണ്ണിൻ്റെ നായകനായ കർത്താവ് മണ്ണിലേക്ക് അവതാരം ചെയ്ത ആ വചനമാം ദൈവത്തെ സ്വീകരിച്ച ജന്മം നൽകിയ മാതാവ് മണ്ണിൽ വിലയം പ്രാപിക്കുകയും മരിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ച് സംസ്കാര ശുശ്രൂഷയ്ക്ക് ഒരുക്കം കൂട്ടുമ്പോൾ ഭൂമിയിൽ ഒതുങ്ങാൻ കഴിയാത്ത, ഭൂമിയിൽ കബറടക്കാൻ കഴിയാത്ത രണ്ടാം സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കന്യക സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എത്ര അനുഗ്രഹീതമായ ഒരു ജീവിതം, എത്ര ദൈവസമർപ്പിതമായ ഒരു ജീവിതം! ഈ അമ്മയുടെ ജീവിതം ദൈവസമർപ്പിതമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് പ്രേരണയും മാതൃകയുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ അമ്മ ദൈവസന്നിധിയിൽ മനനം ചെയ്യുന്നവളാണ്. ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് നിശബ്ദമായി മനനം ചെയ്യുന്ന അമ്മ. ശബ്ദമാനമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഓരോന്നും നമ്മുടെ അനുവാദമില്ലാതെ തന്നെ ശബ്ദമാനമായി അന്തരീക്ഷത്തിൽ പകർത്തുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസ സമൂഹമുള്ള ഇടവകളിൽ ഈ ലോകത്ത് ഈ അമ്മ സ്വകാര്യമായി ദൈവത്തോട് മനനം ചെയ്യുന്ന അമ്മ. ആ കൈക്കുഞ്ഞുമായി 40 ദിവസം പ്രായമായ കുഞ്ഞുമായി ദേവാലയത്തിൽ വന്നപ്പോൾ പരിശുദ്ധന്റെ നിയോഗം പ്രാപിച്ചിട്ടാണ് ശമോൻ പറയുന്നത്, നിന്റെ ഹൃദയത്തിൽ കൂടിയും ഒരു വാൾ കടക്കും. ഇതിൻ്റെ അർത്ഥം എന്താ അറിയില്ല. അതുകൊണ്ട് ചുറ്റുപാടുമുള്ളവരോടൊന്നും ചോദിക്കുകയല്ല, ദൈവത്തോട് തന്നെ ചോദിക്കുക. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് മിസ്റ്ററി? വാട്ട് ഡസ് ദിസ് മീൻ? ആട്ടിടയന്മാർ കുഞ്ഞ് ജനിച്ച ആ രാത്രിയിൽ തന്നെ അവിടെ വന്നു. അവർ അവിടെ കണ്ടതെല്ലാം ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിലെല്ലാം ഉദ്ഘോഷിച്ചു. ആ ശിശു ആരായിത്തീരുമെന്ന് അവരിങ്ങനെ ചിന്തിച്ചു. അവിടെ പ്രത്യേകിച്ച് പരാമർശിക്കുകയാണ്, അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 12 വയസ്സായ മകൻ ദേവാലയത്തിൽ ഇരുന്ന് പഠിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന രംഗം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആ മാതാപിതാക്കൾക്ക് അറിയില്ല. അതിനുശേഷം യേശു തമ്പുരാൻ യെരൂശലേമിൽ നിന്ന് ഇറങ്ങി ആ നസറേത്തിലെ ഭവനത്തിൽ പോയി അവർക്ക് വിധേയപ്പെട്ട് അനുസരണത്തോടെ ജീവിച്ചു. ഈ കാര്യങ്ങളുടെ എല്ലാം അർത്ഥം എന്താണെന്ന് അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നുള്ളതിന്
തെസാറസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. തെസാറസ് എന്നുള്ള വാക്ക് സാധാരണ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും. ഒരു വാക്കിൻ്റെ നാനാർത്ഥങ്ങളും അതിൻ്റെ വലിയ അർത്ഥതലങ്ങളും കൂടെ ചേർത്ത് അതെല്ലാം കൂടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പേരാണ് എന്ത്? തെസാറസ്. അതിന് മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥം ട്രഷറി എന്ന. ട്രഷറി എന്നാൽ അവിടെ പണം അല്ലെങ്കിൽ വിശേഷപ്പെട്ടത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പൊ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ ഈ അനുഭവങ്ങൾ, മകനോടുള്ള ബന്ധത്തിൽ നിന്ന് തനിക്ക് മനസ്സിലാക്കാൻ നിഗൂഢമായിരിക്കുന്ന ബന്ധങ്ങൾ, അനുഭവങ്ങൾ വരുമ്പോൾ ദൈവത്തോട് തന്നെ ചോദിക്കുന്ന തരത്തിൽ ഒരു ഭക്തിയുടെ, ഒരു മനനത്തിൻ്റെ, ഒരു വിചിന്തനത്തിൻ്റെ, ഒരു പരിചിന്തനത്തിൻ്റെ, ഒരു ധ്യാനാത്മകമായ ജീവിതം നയിക്കുന്നവളാണ് കർമ്മോത്സുകയായ ഈ മാതാവെന്ന് നാം തിരിച്ചറിയണം. ഭക്തരായ അമ്മമാർ ലോകത്തിലില്ലെങ്കിൽ, പള്ളിയിൽ വരുന്നവരായാലും പള്ളിക്കൂടത്തിൽ പോകുന്നവരായാലും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവരായാലും രാഷ്ട്രനിർമ്മാണത്തിൽ ഏർപ്പെടുന്നവരായാലും അവിടെ ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഉണ്ടാകും. മക്കളുടെ വസ്ത്രധാരണം എങ്ങനെയായിരിക്കണം? മകൻ്റെ തലമുടി എങ്ങനെ ഇരിക്കണം? അവനും ചിന്തിക്കുകയും അവനും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സ്വാതന്ത്ര്യമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ വീട്ടിലെ അമ്മമാരും അപ്പന്മാർക്കും അല്പം ശ്രദ്ധ വേണം. നമ്മൾ ലോകപ്രകാരമുള്ള ആളുകളല്ല. അതുകൊണ്ട് ലോകത്തിൻ്റെ ഫിലോസഫി ഒരു പരിധിവരെ നമ്മെ നയിക്കുമെങ്കിലും ആത്യന്തികമായി ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ക്രിസ്തീയ വിശ്വാസികളായ നാം ഉദാത്തമായ മാതാവിൻ്റെയും കർത്താവിൻ്റെയും പരിശുദ്ധന്മാരുടെയും വലിയ ശൃംഖല മാതൃകയുള്ളപ്പോൾ അതിനെ തച്ചുടച്ച് കളഞ്ഞ് ലോകത്തിൻ്റെ മാതൃകയിലുള്ളവരുടെ പിന്നാലെ പോകാൻ നമുക്ക് അവകാശമില്ല. പ്രിയമുള്ളവരെ, നമ്മളെ കണ്ടു വേണം ലോകം പഠിക്കാൻ. ഈ അമ്മ ദൈവത്തോട് മാത്രം സംസാരിക്കുന്നവർ, ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവത്തോട് ചോദിക്കുന്ന ഒരമ്മ. മൂന്നാമത്, കുറവുകൾ കണ്ട് പിടിച്ച് ആ കുറവുകളെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു അമ്മയാണ്. ഞാൻ എൻ്റെ പ്രസംഗം നടത്തുമ്പോൾ ഈ പ്രസംഗത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് സസൂക്ഷ്മം നോക്കുന്ന ആളുകളുണ്ട്. ഈ വീഡിയോ വാച്ച് ചെയ്തിട്ട് ഇതിലെവിടെങ്കിലും പിഴവുകളുണ്ടോ എന്ന് നോക്കി എൻ്റെ അനുവാദമോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ഈ പള്ളിയുടെ അനുവാദമോ കൂടാതെ അത്രയും ഭാഗം മാത്രം വെട്ടിയെടുത്ത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഇടും. ഒരു പിതാവെന്നുള്ള നിലയിൽ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അവരെ അങ്ങനെ അല്ലാത്ത ആളുകളെ കൊടുക്കുമ്പോൾ അത് ലൈക്ക് ചെയ്ത് പോയത് കൊണ്ട് ഈ സഭയ്ക്കോ ആത്മീയമായ കുഞ്ഞുങ്ങൾക്കോ യാതൊരു ആത്മീയ പുരോഗതിയും ഉണ്ടാകില്ല. ക്രിസ്തീയ സഭ അപജയത്തിലേക്ക് പോകുമെന്ന് മാത്രമേ ഉള്ളൂ. സന്തോഷപരമായ ഒരു അന്തരീക്ഷം, ഒരു വർഷം മുഴുവൻ അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നതായ ആ നല്ല വൈൻ പ്രോഡക്റ്റ്, മുന്തിരി, അത് പിഴിഞ്ഞ് ജാറുകളിലാക്കി ആ കല്യാണത്തിന് വിളമ്പുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന അവിടുത്തെ സാമൂഹിക പശ്ചാത്തലം, സന്തോഷകരമായ അനുഭവം. അമ്മ വിരുന്നിലിരിക്കുന്ന ആളുകളുടെ എണ്ണവും നോക്കുന്നുണ്ട്, അവിടെ വന്നുകൂടുന്നവരെയും നോക്കുന്നുണ്ട്. ആ കലവറയിലും അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. രണ്ടിടത്തും അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധാലുക്കളായിരിക്കണം അമ്മമാരാകാൻ ആഗ്രഹിക്കുന്നവരും വളരെ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരണം പറയുന്ന ഒരു സന്ദർഭം ഇതല്ലായികയാൽ അമ്മമാരുടെ ശ്രദ്ധയില്ലാത്തത് മൂലം മക്കൾ അമ്മമാരിൽ നിന്ന് അന്യമായി പോകുകയും കുടുംബത്തിന് ബാധ്യതയായിത്തീരുകയും ചെയ്യുന്ന ചിത്രം ഇന്ന് എത്ര ഭീകരമായി വർദ്ധിച്ചു വരുന്നു പ്രിയമുള്ളവരെ. ആകയാൽ നാം നല്ല ശ്രദ്ധയുള്ളവരായിരിക്കണം. ആ അമ്മ ആ കലവറയിലും നിലവറയിലും ആ വിരുന്നുശാലയിലെ ആളുകളിലും നോക്കിയപ്പോൾ വീഞ്ഞ് കുറഞ്ഞു എന്ന് മനസ്സിലാക്കി. ആരോടും ഈ കാര്യം അമ്മ പറഞ്ഞില്ല. അമ്മ മകനോട് മാത്രം വന്ന് പറഞ്ഞു. മകൻ അതിലേക്ക് ഇടപെടുന്നതിന് മുമ്പ് തന്നെ
അമ്മ മകൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ഇവർക്ക് വീഞ്ഞ് ഇല്ല. യേശു അതിനു മുമ്പ് അത്ഭുതങ്ങളൊന്നും പ്രവർത്തിച്ച്, അടയാളങ്ങൾ പ്രവർത്തിച്ച് ഈ കുറവുകളെ പോക്കുന്നവനാണെന്ന് മറ്റൊരിടത്തും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇത് അത്ഭുത പ്രവർത്തനത്തിൻ്റെ ആരംഭമാണ്. അല്പം കൂടെ സാവകാശം നോക്കാം, ആ വിഷയം എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് തന്നെ മകൻ അമ്മയോട് പറഞ്ഞു. ആ മകനിൽ നിന്ന് അമ്മ വീണ്ടും എനിക്കൊരു പ്രയാസം നേരിട്ടു എന്ന് വിചാരിച്ച് അമ്മ ഭവനത്തിൽ നിന്ന് പോവുകയോ അടുക്കളയിലെ മൂലയിലേക്ക് മാറുകയോ ചെയ്തില്ല. ഒരമ്മയാകയാൽ അമ്മയുടെ സഹനം, അമ്മയുടെ ക്ഷമ, അമ്മയുടെ നിശ്ചയദാർഢ്യം ഇത് വളരെ പ്രധാനമാണ്. അമ്മമാർക്കൊരു നിലപാടില്ലെങ്കിൽ, ഒരു നിലയില്ലെങ്കിൽ അമ്മമാരുടെ അഭിപ്രായത്തെ മാട്ടിക്കോട്ടിക്കളയും. അത് ഭവനത്തിലാകാം, നമ്മൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലാകാം, എവിടെയുമാകാം. അമ്മ അതുകൊണ്ട് അവിടുത്തെ ജോലിക്കാരോട് പറഞ്ഞു, മകൻ എന്തെങ്കിലും നിങ്ങളോട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്രകാരം നിങ്ങൾ ചെയ്യുവീൻ. മകൻ പറഞ്ഞാൽ ഒരുപക്ഷെ അവർ നിരാകരിക്കുമെന്നുള്ള സംശയം കൊണ്ടല്ല, അവൻ പറയുന്നത് തന്നെ നിങ്ങൾ ചെയ്യണമെന്ന് മുന്നമേ കൂട്ടി വേലക്കാരോട് ഈ അമ്മ അഭ്യർത്ഥിച്ചു, ആജ്ഞാപിച്ചു. അങ്ങനെ അമ്മയുടെ ആഗ്രഹവും മകന്റെ ആജ്ഞയും ജോലിക്കാരുടെ അധ്വാനവും ഒന്നിച്ചപ്പോൾ ആ സന്തോഷവും മഹത്വവും അവിടെ ഉണ്ടായി. അമ്മ അങ്ങനെ ഇടപെട്ടാൽ അമ്മ ആ മഹത്വം ഏറ്റെടുക്കുന്നില്ല. പച്ചവെള്ളം മേൽത്തരമായി വീഞ്ഞാക്കി മാറ്റിയ യേശുവും ആ മഹത്വം എടുത്തില്ല. നമ്മൾ ആ അനുഭവത്തിൽ കാണുന്നുണ്ട്. ആ വിരുന്നുശാലയിലുള്ള ആളുകൾ അപ്പോൾ വിളമ്പിയതായ മേൽത്തരമായ വീഞ്ഞ് കുടിച്ച് അതിൻ്റെ സന്തോഷം പങ്കിട്ടിട്ട് മണവാളനെ വിളിച്ച് പറയുകയാണ്, സാധാരണ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള വിരുന്നിൽ മേൽത്തരമായ വീഞ്ഞ് ആദ്യമേ കൊടുക്കും. ആളുകൾ അല്പം അതൊക്കെ കുടിച്ച് ലഹരി പിടിച്ച് ആ സദ്യയിൽ മുന്നേറുമ്പോൾ ഇതിനേക്കാൾ കുറവുള്ള, ക്വാളിറ്റി കുറവായ മറ്റു തരത്തിലുള്ള വൈനുകളും കൊടുക്കാറുണ്ട്, വീഞ്ഞും കൊടുക്കും. എന്നാൽ നീ മേൽത്തരമായി ഈ വീഞ്ഞ് അവസാന പന്തിയിലെ ആളിന് വരെ കൊടുക്കുവാൻ എങ്ങനെ സൂക്ഷിച്ചു വെച്ചടാ? വീഞ്ഞ് കുറവാണെന്ന് പറയുമ്പോൾ അത് സമ്പന്നന്റെ വീട്ടിലെ വിവാഹമല്ല. അങ്ങനെ ആ മഹത്വം ആ നിമിഷത്തിൽ മണവാളന് തന്നെ പോയി. പ്രിയമുള്ളവരെ, സ്വർഗീയ മണവാളനായ യേശു തമ്പുരാന് മാനവും മഹത്വവും ലഭിക്കണമെങ്കിൽ അവന് ജന്മം നൽകിയ ഈ അമ്മയും കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. കാരണം താൻ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യന്മാരിൽ ഒരാളെ തിരഞ്ഞ് ഈ അമ്മയെ ഏൽപ്പിച്ചു എന്നുള്ളത് ക്രിസ്തീയ സമൂഹത്തിലെ നിങ്ങളും ഞാൻ ഉൾക്കൊള്ളേണ്ട ഒരു വലിയ ദിവ്യ സന്ദേശമാണ്. അമ്മയും മകനെയും തമ്മിൽ വേർതിരിക്കുന്ന ബന്ധത്തിൽ പാശ്ചാത്യ ചിന്തകളിൽ നിന്ന് വന്ന് കുടുംബ ബന്ധത്തെ ശിഥിലമാക്കി മക്കളെയും അമ്മയും അപ്പനെയും ഒക്കെ ബുദ്ധിയുടെയും മനസ്സിൻ്റെ വളർച്ചയെയും തിരിച്ചറിവ് എന്ന തരത്തിൽ കൊണ്ടുവന്ന് ബന്ധങ്ങളെ അത് വേണ്ട തരത്തിൽ പരിപോഷിപ്പിക്കാതിരുന്നപ്പോൾ ക്രിസ്തീയ സമൂഹത്തിലും ഇത് കടന്നു വന്ന് ഇന്ന് നാനാവിധമായ ഒരു വശമാക്കി ഈ ക്രിസ്തീയ സമുദായത്തെ മാറ്റി. അതുകൊണ്ട് പൗരസ്ത്യ സഭയുടെ, ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളെന്നുള്ള നിലയിൽ നമുക്ക് ഈ മാതാവിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഈ മാതാവ് ജന്മം നൽകിയ ലോകരക്ഷകനായ യേശു ക്രിസ്തുവ് സ്വർഗീയ മണവാളനായി നമുക്ക് സ്വീകരിക്കാം. ഈ അമ്മയെയും ഈ മകനായ എൻ്റെ രക്ഷകനായ കർത്താവിനെയും കൂടെ ചേർത്ത് വിശുദ്ധന്മാരുടെ ഗണത്തോടുകൂടി നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാം. ഈ അമ്മയുടെ ഓർമ്മ, ഈ അമ്മയുടെ മധ്യസ്ഥത നമുക്കെല്ലാവർക്കും കാവലും തുണയുമാകട്ടെ. ദേശത്തിനും ഈ അമ്മയെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും അമ്മയോട് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥന സമർപ്പിക്കുന്നവരും നിരാശരാകാതെ മഹത്തായ സന്തോഷത്തിലേക്ക് വരുവാൻ ദൈവം അമ്മയിൽ കൂടെ ആ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുമാറാകട്ടെ. ദൈവം ഇവരെയും അനുഗ്രഹിക്കട്ടെ.